ഹെയിന്റെ സർജറിയൊക്കെ നടക്കുന്ന സമയമായിരിക്കുകയാണ്. ഹ്യുനുവിന്റെ അച്ഛനും അമ്മയും ഇപ്പോൾ വളരെയധികം ടെൻഷനോട് കൂടി തന്നെയാണ് നിൽക്കുന്നത്. ഹെയിന്റെ അച്ഛനാകട്ടെ ഇപ്പോൾ അമ്മയുടെയും ആന്റിയുടെയും അടുത്ത് വന്നതിന് ശേഷം അവരുടെ വീട്ടില് ഒരൊച്ചയ്ക്കും ഉണ്ടായിരുന്നല്ലോ, അതിപ്പോഴും ജീവനോടെ ഉണ്ടെന്നുള്ള കാര്യമൊക്കെ അറിയിക്കുകയാണ്. ആ ഒരു ഒച്ചക്ക മരിച്ചു പോകുമെന്നായിരുന്നല്ലോ അവർ വിചാരിച്ചിട്ടുമുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോഴും അത് ജീവനോടെ ഉള്ളത് കൊണ്ട് തന്നെ അത് നല്ലൊരു സൂചനയായിട്ടാണ് അവർ കാണുന്നതും. ഹെയ്നെ സർജറിക്ക് കയറ്റുന്നതിന് മുമ്പായിട്ട് തന്നെ ഹെയ്നും ഹ്യുനുവിനോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുകയാണ്. അതായത് അവൾ കണ്ണു തുറക്കുന്ന സമയത്ത് ഹ്യുനുവിനെ വേണം ആദ്യമായിട്ട് കാണുവാൻ. കണ്ണു തുറന്ന് കഴിയുമ്പോഴത്തേക്കും ഇതുവരെ ഒരു ഓർമ്മയും ഇല്ലാതെ ആയിരിക്കുമല്ലോ അവളും കണ്ണു തുറക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരാണോ തന്റെ മുമ്പിൽ ആദ്യമുള്ളത് അവരെ ആയിരിക്കും ഞാൻ വിശ്വസിക്കുക. ഞാൻ തിരിച്ചെത്തുമ്പോഴത്തേക്കും എനിക്ക് നീ ആരാണെന്ന് ഓർമ്മയില്ലെങ്കിൽ പോലും നീയും എന്നെ ഒരിക്കലും വിട്ടേച്ചൊന്നും പോയേക്കരുതെന്നൊക്കെ അവൾ പറയുമ്പോഴത്തേക്കും അവനും കൂടെ തന്നെ ഉണ്ടാകുമെന്നൊക്കെ അവൾക്കും വാക്ക് നൽകുന്നു. ഹ്യുനുവും ഇപ്പോൾ ഒരുപാട് ടെൻഷനോട് കൂടിയും അതുപോലെ തന്നെ സങ്കടത്തോടു കൂടിയുമാണ് അവിടെ ഇരിക്കുന്നത് പോലും. അങ്ങനെ ഇരിക്കെയാണ് ഹെയിന്റെ സർജറിക്ക് അവസാനിച്ചെന്ന കാര്യമൊക്കെ ഹ്യുനുവും മനസ്സിലാക്കുന്നത്. പക്ഷെ ആ ഒരു സമയത്ത് തന്നെ കുറച്ച് പോലീസൊക്കെ അവിടെ എത്തിയതിനു ശേഷം ബ്രോക്കറുടെ മരണത്തിൽ ഹ്യുനുവരെയാണ് സംശയിക്കുന്നതെന്ന കാര്യമൊക്കെ തുറന്നു പറയുന്നു. ഇതിൽ എന്തോ ഒരു തെറ്റിദ്ധാരണയൊക്കെ സംഭവിച്ചിരിക്കുന്നു. എന്റെ ഭാര്യയുടെ സർജറി ഒക്കെ നടക്കുകയാണ്. അങ്ങനെയിരിക്കെ ഒരു 30 മിനിറ്റ് സമയം എനിക്ക് നൽകണമെന്നൊക്കെ അവൻ ആ പോലീസുകാരോടൊക്കെ പറയുന്നുണ്ടെങ്കിലും അവരും അതൊന്നും തന്നെ കൂട്ടാക്കാതെ അവനെ കൂട്ടിക്കൊണ്ട് പോകുവാനായിട്ടായിരുന്നു ശ്രമിക്കുന്നത്. അതേ സമയത്ത് അവിടെ എത്തുന്ന ഉൻസിങ്ങിനെ കൂടി കണ്ട് കഴിയുമ്പോഴത്തേക്കുമാണ് എല്ലാം തന്നെ അവന്റെ പ്ലാനിങ് ആയിരുന്നു എന്ന കാര്യം ഹിനുവും മനസ്സിലാക്കുന്നത്. നീ ഇവിടെ ഇല്ല എന്ന വിഷമമൊന്നും നിന്റെ ഉള്ളിൽ വേണ്ട. ഇനിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ നോക്കിക്കോളാം. ഞാനാകട്ടെ എന്റെ പെണ്ണിനെ ഒരു ക്രിമിനലിന്റെ അടുത്ത് നിന്നും രക്ഷിക്കുകയാണ് ചെയ്യുന്നതെന്നൊക്കെ ഉൻസിങ് ഇപ്പോൾ ഹ്യുനുവിനോട് പറയുകയാണ്. ഹെയ്നെയും ഓപ്പറേഷൻ റൂമിൽ നിന്നും ഇറക്കുന്നതൊക്കെ ഹ്യുനുവും കാണുന്നു. എങ്കിൽ പോലും പോലീസ് എല്ലാം തന്നെ അവനെ പിടിച്ചു വെച്ചിരിക്കുകയായിരുന്നു. സർജറിയുടെ കാര്യമൊക്കെ എന്തായെന്ന് ആലോചിച്ച് നിൽക്കുന്ന ഹ്യുനുവിന്റെ വീട്ടുകാരാകട്ടെ ഇപ്പോൾ ഹ്യുനുവിനെ അറസ്റ്റ് ചെയ്ത കാര്യമൊക്കെ വാർത്ത വഴിയും അറിഞ്ഞിരിക്കുന്നു. ഹ്യുനുവിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്ന വാർത്തയെല്ലാം തന്നെ ഹെയിന്റെ ഫാമിലിയും അറിഞ്ഞിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഹെയിന്റെ ഒപ്പം ഇപ്പോൾ ആരാണ് ഉണ്ടായിരിക്കുക എന്നൊക്കെ അവരും സംശയിക്കുന്നു. ഹ്യുനു കൊടുത്തിട്ടുണ്ടായിരുന്ന നമ്പറിലൊക്കെ ഇപ്പോൾ അച്ഛനും വിളിച്ചു നോക്കുകയാണ്. അച്ഛന്റെ അടുത്ത് ഉൻസിങ്ങും സംസാരിക്കുന്നു. സർജറി ഒക്കെ നല്ല രീതിയിൽ തന്നെ കഴിഞ്ഞു എന്നും ഇപ്പോൾ ഹെയിന്റെ ഒപ്പം താൻ ഉണ്ട് എന്നുമുള്ള കാര്യമൊക്കെ ഉൻസിങ് പറഞ്ഞ് കഴിയുമ്പോഴത്തേക്കും എത്രയും വേഗം ഞങ്ങളും അങ്ങോട്ടേക്ക് എത്തുന്നതായിരിക്കുമെന്ന് അച്ഛനും പറയുകയാണ്. പക്ഷെ ഉണിസിങ്ങും അവർക്ക് വെളിയിലേക്ക് പോകുവാൻ സാധിക്കാത്ത രീതിയിലുള്ള എല്ലാ പരിപാടിയും ചെയ്തു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് അവരും ചില അഴിമതികളും മറ്റുമൊക്കെ നടത്തിയിട്ടുണ്ടെന്നുള്ള രീതിയിൽ ഇപ്പോൾ അന്വേഷണമൊക്കെ മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ആർക്കും തന്നെ വിദേശത്തേക്ക് യാത്ര ചെയ്യുവാനുള്ള അനുമതിയൊന്നുമില്ല. ഹെയിന്റെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ അവളുടെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ നോക്കിക്കോളാം. ഇനി ഞങ്ങളും അധികം വൈകാതെ കൊറിയയിലേക്ക് എത്തുന്നതായിരിക്കുമെന്നൊക്കെ പറഞ്ഞ് ഉണിസിങ്ങും കോളൊക്കെ കട്ട് ചെയ്യുന്നു. ഇതിനു മുമ്പ് നടന്നിട്ടുണ്ടായിരുന്ന ഹ്യുനുവുമായിട്ടുള്ള ഓരോരോ നിമിഷങ്ങളായിട്ട് ഹെയിന്റെ ഓർമ്മയിൽ നിന്നും ഇല്ലാതായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹെയിൻ ഇപ്പോൾ കണ്ണു തുറന്നിരിക്കുന്നു. ഹെയിൻ കാണുന്നത് മുൻസിങ്ങിനെയാണ്. മുൻസിങ് ആകട്ടെ നിനക്ക് ഇപ്പോൾ ഒരു സർജറിക്ക് കഴിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ നീ ആരാണെന്നുള്ള ഓർമ്മ പോലും ഇപ്പോൾ നിനക്ക് ഉണ്ടാവുകയില്ല. എങ്കിൽ പോലും ഓപ്പറേഷന് മുമ്പായിട്ട് നിന്റെ ഒപ്പം ഞാൻ ഉണ്ടായിരിക്കണമെന്ന് നീ എന്നോട് പറഞ്ഞതാണ്. ഞാൻ നിനക്ക് വാക്കും നൽകിയതാണ്. അതുകൊണ്ടാണ് നിനക്ക് വേണ്ടി ഞാൻ ഇവിടെ കാത്തിരുന്നിട്ടുണ്ടായിരുന്നതെന്നൊക്കെ ഉൻസിങ്ങും പറയുന്നു. അവളും ആദ്യം പറഞ്ഞ വാക്ക് ഹ്യുനു എന്നതായിരുന്നു. ഇനി പോലീസ് സ്റ്റേഷനിലുള്ള ഹ്യുനുവിനെയും കാണിക്കുന്നു. ഞാൻ ഹ്യുനുവോ ഒന്നുമല്ല. എന്റെ പേര് ഉൻസിങ് എന്നാണ്. നമ്മൾ കോളേജിൽ പഠിക്കുന്ന സമയം തൊട്ട് ഡേറ്റ് ചെയ്യുന്നവരായിരുന്നു. പിന്നീട് നമുക്ക് പിരിയേണ്ടതായിട്ട് വന്നു. എങ്കിൽ പോലും നമ്മുടെ സ്നേഹം എന്നും നിലനിന്നു. നീ വിവാഹം കഴിച്ച നിന്റെ മുൻ ഭർത്താവാണ് ഹ്യുനുവോ. മാത്രമല്ല അവന് നിന്നെ ചതിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നിനക്ക് അവനെ ഡിവോഴ്സ് ചെയ്യേണ്ടതായിട്ടും വന്നു. ഡിവോഴ്സ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും അവൻ നിന്നെ സ്റ്റോക്ക് ചെയ്ത് ഇവിടെ ജർമ്മനി വരെ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവനാകട്ടെ ഒരു കൊലപാതകമൊക്കെ ചെയ്ത പ്രതി ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ പോലീസ് മോനെ പിടിച്ചോണ്ടൊക്കെ പോയി. നിന്നെ അവൻ ഒരുപാട് ശല്യം ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവന്റെ പേരൊന്നും മറക്കുവാൻ സാധിക്കാതെ പോയത്. സാരമില്ല, നീ ഇപ്പോൾ റെസ്റ്റ് ഒക്കെ എടുക്കുവാനായിട്ട് പറഞ്ഞ് ഓൺസിങ്ങും അവിടെ നിന്നും ഡോക്ടറെ വിളിക്കാനായിട്ടൊക്കെ പോവുകയാണ്. ഇനി പോലീസ് സ്റ്റേഷനിലുള്ള ഹിനുവും ജനലിന് വെളിയിലേക്കൊക്കെ നോക്കുമ്പോഴത്തേക്കും മഞ്ഞൊക്കെ വീഴുന്ന കാഴ്ചയായിരുന്നു അവനും കാണുന്നത്. മഞ്ഞൊക്കെ വീഴുന്ന സമയത്ത് തന്റെ ഫസ്റ്റ് ലവ് ട്രൂ ആയി മാറുമെന്നൊരു വിശ്വാസമൊക്കെ തനിക്കുണ്ട് എന്ന് നേരത്തെ അവൾ നഖത്തില് ഡൈ ഒക്കെ ചെയ്ത സമയത്ത് അവനോടും പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. മഞ്ഞൊക്കെ കാണുന്ന അവനും അതിനെക്കുറിച്ചൊക്കെ ഓർക്കുന്നു. ഹെയ്ൻ കണ്ണൊക്കെ തുറന്നിട്ടുണ്ടാകും. പക്ഷെ അവളെ കാണുവാനായിട്ട് സാധിക്കുന്നില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഇപ്പോൾ ഹിനുവും വിഷമിക്കുകയാണ്. ഹെയ്നും മഞ്ഞൊക്കെ നോക്കി നിൽക്കുന്ന സമയത്താണ് അവളുടെ നഖത്തില് പെയിന്റ് ഒക്കെ ചെയ്തിരിക്കുന്നത് അവളും ശ്രദ്ധിക്കുന്നത്. പക്ഷെ അപ്പോൾ ഹെയ്നും ഒരുപാട് വേദനയൊക്കെ തോന്നുന്നു. അതൊരിക്കലും ഓപ്പറേഷൻ മൂലമുണ്ടായ ഒരു വേദനയൊന്നും ആയിരുന്നില്ല. അവളുടെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. തനിക്ക് എന്താണ് സംഭവിക്കുന്നതെന്നൊന്നും അറിയാതെ അവളും ഇരിക്കുന്നു. അതേസമയം ഹ്യുനുവും ഇപ്പോൾ കരയുകയൊക്കെയാണ്.
തലേദിവസം രാത്രിയാകട്ടെ ഹ്യുനുവിന്റെ അടുത്ത് നീ എങ്ങനെ ആയിരുന്നോ, പഠിച്ചപ്പോൾ എല്ലാ കാര്യങ്ങളും ഓർത്തിരുന്നിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ഹെയ്നും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് മെമ്മറി ഒക്കെ ഉണ്ടെങ്കിലല്ലേ ഒരുപാട് കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നൊക്കെ ഹെയ്ൻ ചോദിച്ച സമയത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സും മറ്റുമൊക്കെ ആവർത്തിച്ച് അവനും മനസ്സിലൊക്കെ പറയാറുണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞാണ് ഇത്രയ്ക്ക് കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കാനായിട്ടുള്ള കഴിവൊക്കെ തനിക്ക് ലഭിച്ചതെന്നാണ് ഹ്യുനുവും അന്ന് ഹെയ്നോട് പറഞ്ഞത്. അതൊക്കെ ഓർത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഹെയ്നാകട്ടെ ഓപ്പറേഷനൊക്കെ കേറ്റുന്നതിന് മുമ്പ് മുതലേ ഹ്യുനുവിന്റെ പേരൊക്കെ മനസ്സിൽ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടുമിരുന്നു. അങ്ങനെ പറഞ്ഞ് ഈ ഒരു പേര് മാത്രം നീ ഒരിക്കലും മറക്കരുതെന്നൊക്കെ അവളും മനസ്സിനെ ഓർമ്മപ്പെടുത്തി. അങ്ങനെ ആയിരുന്നു പിന്നീട് കണ്ണു തുറന്ന സമയത്തും അവൾക്ക് ഹ്യുനുവിന്റെ പേരൊക്കെ ഓർമ്മയുണ്ടായിരുന്നത്. ആ ഒരു സീനോട് കൂടിയാണ് ഈ ഒരു എപ്പിസോഡൊക്കെ അവസാനിക്കുന്നത്. ഇനി ക്വീൻ ഓഫ് ടിയേഴ്സിന്റെ 15ാമത്തെ എപ്പിസോഡൊക്കെ തുടങ്ങുമ്പോഴാകട്ടെ ഹെയ്ൻ എഴുതിയ ബുക്കൊക്കെ കയ്യിൽ പിടിച്ചുകൊണ്ടായിരുന്നു ഹ്യുനുവും ഇരുന്നിട്ടുണ്ടായിരുന്നത്. ആ ബുക്കെല്ലാം തന്നെ അവനും വായിച്ചിട്ടുണ്ടായിരുന്നു. അതേസമയം ഹ്യുനുവിന്റെ പേരൊക്കെ ആവർത്തിച്ച് പറഞ്ഞതിന് ശേഷം അവന്റെ പേരൊക്കെ നീ ഒരിക്കലും മറക്കരുതെന്നായിരുന്നു ഹെയ്നും ഓപ്പറേഷന്റെ സമയത്ത് പോലും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഹ്യുനുവിന് പോലീസൊക്കെ പിടിച്ചുകൊണ്ട് പോയത് കൊണ്ട് തന്നെ അവിടെ കിടന്നിട്ടുണ്ടായിരുന്ന ഹെയ്ൻ എഴുതിയ ബുക്കൊക്കെ ഉൺസിങ്ങും കാണുന്നു. ഉൺസിങ് ആകട്ടെ ബുക്കിലുണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം തന്നെ വായിച്ചു നോക്കുന്നു. അങ്ങനെ ഹോസ്പിറ്റലിലെ സാധനങ്ങളൊക്കെ കത്തിച്ചുകൂടെ അവനും ആ ഒരു ബുക്കൊക്കെ കൊണ്ടുവന്ന് ഇട്ടിട്ടുമുണ്ടായിരുന്നു. അതിനുശേഷം അവനും ഹെയ്നെ നോക്കിക്കൊണ്ടൊക്കെ നടക്കുകയാണ്. ഇനി ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന നേഴ്സുമാര് സംസാരിക്കുന്നതൊക്കെ കേൾപ്പിക്കുന്നു. അതായത് നേരത്തെ ഹെയ്നെ നോക്കിക്കൊണ്ടിരുന്ന ഡോക്ടറിനെയും നേഴ്സിനെയും എല്ലാം തന്നെ ഉൺസിങ് മാറ്റിയിരിക്കുകയാണ്. ഹോസ്പിറ്റലിന് വലിയൊരു തുകയൊക്കെ അവൻ അടച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മളും എല്ലാ കാര്യങ്ങളും രഹസ്യമാക്കി വെക്കണമെന്നാണ് അവൻ പറഞ്ഞിട്ടുമുള്ളത്. ഇത്രയും നാള് ഹ്യുനുവു ആയിരുന്നല്ലോ അവളെ വിവാഹം കഴിക്കുവാനായിട്ട് പോവുകയാണെന്നൊക്കെ പറഞ്ഞ് അവളെ നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ ഉൻസിങ് ആണ് അവളെ വിവാഹം കഴിക്കുവാനായിട്ട് പോകുന്നതെന്നാണ് അവൻ പറഞ്ഞിട്ടുമുള്ളത്. പിന്നെ ഹ്യുനുവുമായിട്ടുള്ള ഒരു കാര്യങ്ങളും അവളുടെ അടുത്ത് നിന്ന് ആരും പറയുവാനായിട്ട് പാടില്ല എന്നൊക്കെ കർശനമായിട്ട് ഉൻസിങ് പറഞ്ഞിട്ടുമുണ്ട്. മാത്രമല്ല ഒരുപാട് പണമൊക്കെ ഹോസ്പിറ്റലിന് കിട്ടുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ ഇപ്പോൾ ആരും പ്രതികരിക്കുവാനായിട്ട് തയ്യാർ പോലുമല്ല. ഉൻസിങ് ഹെയ്ന്റെ അടുത്ത് പറയുന്ന കാര്യങ്ങളൊക്കെ കേൾപ്പിക്കുകയാണ്. അതായത് ഹ്യുനുവോ അവളെ ഒരുപാട് ശല്യം ചെയ്തിട്ടുണ്ടായിരുന്നു. അവളോട് വിൽപത്രമൊക്കെ മാറ്റി എഴുതുവാനായിട്ട് പലതവണ പറഞ്ഞ് അവളെ ഒരുപാട് വിഷമപ്പെടുത്തി. മാത്രമല്ല ഹോസ്പിറ്റലിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് തന്നെ അവൾക്കൊരു കാർ ആക്സിഡന്റ് ഒക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അതിന് പിന്നിലും ഹ്യുനുവോ ആണോ എന്ന സംശയമാണ് ഇപ്പോൾ ഉൺസിങ്ങിനുള്ളത്. നമ്മൾ രണ്ടുപേരും ആ ഒരു കാറിൽ ഇല്ലാതെ ഇരുന്നത് കൊണ്ട് മാത്രമാണ് നമ്മൾ രക്ഷപ്പെട്ടത്. എങ്കിൽ പോലും നീ കാറിന്റെ ഉള്ളിൽ ഉണ്ടായിരിക്കുമെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഞാനും കാറിന്റെ ചില്ലൊക്കെ തകർത്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അവനും അവന്റെ കൈയൊക്കെ കാണിക്കുന്നു. കയ്യിലാകട്ടെ ഒരു കെട്ട് പോലും ഉണ്ടായിരുന്നു. നീ വളരെ പാവമായിരുന്നു, അവനെ ഒരുപാട് വിശ്വസിച്ചതാണ്. പക്ഷെ അവന് മറ്റൊരു പെണ്ണുമായിട്ട് ബന്ധമൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് നിന്നെ ഡിവോഴ്സ് ചെയ്തത് പോലും. നീയും ആ ഒരു കാര്യമൊക്കെ അറിഞ്ഞിട്ട് ആത്മഹത്യക്ക് പോലും ശ്രമിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ഉൺസിങ് പറയുമ്പോഴത്തേക്കും അവൾക്കും അതൊന്നും വിശ്വസിക്കുവാൻ പോലും സാധിക്കുന്നുണ്ടായിരുന്നില്ല. പോലീസും ഇപ്പോൾ ഹിനുവിനെ ചോദ്യം ചെയ്യുകയാണ്. അതായത് ആ ഒരു ബ്രോക്കറിനെ കാണുവാനായിട്ട് പോയതിന്റെ പല തെളിവുകളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഹ്യുനുവും ബ്രോക്കറിനെ കാണാമെന്ന് കേട്ടിട്ടുണ്ടായിരുന്നെങ്കിലും ബ്രോക്കർ വരാമെന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരുപാട് നേരം വെയിറ്റ് ചെയ്തിട്ടും അയാളെ കാണുവാനായിട്ട് കഴിഞ്ഞില്ല എന്നാണ് പോലീസിന്റെ അടുത്ത് അറിയിക്കുന്നത്. പിന്നെ ഹ്യുനുവിന്റെ മുടിയൊക്കെ ആ ഒരു കാറിൽ നിന്നും കിട്ടിയിട്ടുമുണ്ടായിരുന്നു. അതെല്ലാം തന്നെ കെട്ടിച്ചമച്ച തെളിവുകളാണെന്നാണ് അവൻ പറയുന്നത്. ബ്രോക്കറിനെ കുത്തിയ കത്തിയൊക്കെ ലഭിച്ചിട്ടുണ്ട് എന്നും അതിൽ നിന്നും ഹ്യുനുവിന്റെ ഫിംഗർ പ്രിന്റ് ഒക്കെ ലഭിച്ചു എന്നുള്ള കാര്യമൊക്കെ പോലീസ് പറയുമ്പോഴാകട്ടെ ഞാൻ അവനെ കൊന്നതിന് ശേഷം എന്തിനാണ് എന്റെ ഫിംഗർ പ്രിന്റ് അടങ്ങുന്ന ഒരു കത്തിക്ക് അവിടെ ഉപേക്ഷിച്ചിട്ട് പോയതെന്നാണ് അവനും തിരികെ ചോദിക്കുന്നത്. അതേസമയം അവന്റെ കയ്യിലെ മുറിവൊക്കെ കാണുന്ന പോലീസും ഇതെങ്ങനെയാണ് നിന്റെ കയ്യിൽ മുറിവൊക്കെ സംഭവിച്ചത്, അവനെ കുത്തിയ സമയത്തായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ടെർമിനലിൽ ഉണ്ടായിരുന്ന സമയത്ത് ഒരു കാർ അപകടമൊക്കെ സംഭവിച്ചപ്പോഴത്തേക്കും അവിടുത്തെ ജനലൊക്കെ പൊളിക്കുവാനായിട്ടായിരുന്നു തന്റെ ഈ ഒരു കൈയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നതെന്നൊക്കെ അവനും പറയുന്നു. മാത്രമല്ല കുത്തുന്നതിനിടയ്ക്ക് പറ്റിയൊരു അപകടമാണെങ്കിൽ കൈക്ക് അകത്തല്ലേ മുറിവ് ഉണ്ടാവുക എന്നൊക്കെ അവനും തിരിച്ച് പോലീസിന്റെ അടുത്തൊക്കെ ചോദിക്കുന്നുമുണ്ട്. ഇപ്പോൾ ഹിനുവിനെതിരെ ഒരുപാട് തെളിവുകളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അവനെ പെട്ടെന്നൊന്നും രക്ഷിച്ചെടുക്കുവാൻ സാധിക്കുകയില്ല എന്ന കാര്യം പോലീസും അറിയിക്കുന്നു. ഒരു തവണ ഹെയ്നെ വണ്ടി ഇടിക്കുവാനായിട്ട് വന്ന സമയത്ത് ഹെയ്നെ ഹിനു രക്ഷിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഹെയ്നും ഇനി ഇതുപോലത്തെ ഒരു സംഭവമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ നീ ഒരിക്കലും എന്നെ രക്ഷിക്കരുതെന്നൊക്കെ ഹിനുവിന്റെ അടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു സംഭവം എല്ലാം തന്നെ അവൾ സ്വപ്നത്തിലൂടെയും കാണുന്നു. ഹിനുവിന് മറ്റൊരു ബന്ധം ഉണ്ടായിരുന്നുവെന്നും അതുകൊണ്ട് തന്നെ നീ മരിക്കുവാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നുവെന്നും ഉൻസിങ് പറഞ്ഞതിനെ കുറിച്ചൊക്കെ ഓർക്കുന്ന അവളും ആ ഒരു സമയത്ത് നടന്ന കാര്യങ്ങളായിരിക്കും അതേ എന്നൊക്കെ തെറ്റിദ്ധരിക്കുകയാണ്. ഇപ്പോൾ ഒരു മാസമൊക്കെ കടന്നു പോയിരിക്കുന്നു. ഹെയ്നും തിരികെ കൊറിയയിലേക്ക് എത്തി. പക്ഷേ ഹെയ്ന്റെ പേരൻസും മറ്റുമൊക്കെ അവളുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും അവളും അവരെ ആരെയും തന്നെ അറിയിക്കുകയില്ല എന്ന രീതിയിലൊക്കെ പെരുമാറുന്നു.
ഞാൻ നിങ്ങളെ എല്ലാവരെയും കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് ഒന്നിച്ചിരുന്ന് ഫുഡൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞ് ഹെൻ നിൽക്കുമ്പോഴത്തേക്കും മുൻസിങ്ങും അവളെ കൂട്ടിക്കൊണ്ട് പോകുവാനായിട്ടൊക്കെ നോക്കുകയാണ്. അത് കണ്ട് ഇഷ്ടപ്പെടാത്ത സൂചോളാകട്ടെ ഞങ്ങളുടെ ഫാമിലിയുടെ കാര്യത്തിൽ നീ ഇടപെടേണ്ടതായിട്ടില്ല എന്നൊക്കെ ഉൻസിങ്ങിനോട് പറയുമ്പോഴത്തേക്കും ഉൻസിങ്ങിന്റെ അടുത്ത് മാന്യമായിട്ട് മാത്രം സംസാരിക്കുവാനായിട്ടായിരുന്നു സൂചോളിന്റെ അടുത്ത് ഹെൻ പറഞ്ഞിട്ട് പോലും ഉണ്ടായിരുന്നത്. ഇവൻ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്കെതിരായിട്ട് ചെയ്തിട്ടുള്ളതെന്നൊക്കെ നിനക്ക് അറിയാമോ എന്നൊക്കെ ആന്റി ചോദിക്കുന്ന സമയത്ത് ഉൻസിങ് പറഞ്ഞു പഠിപ്പിച്ച കാര്യങ്ങളെ കുറിച്ച് മാത്രമായിരുന്നു ഹെയ്നും ഓർക്കുന്നത്. ചെയർമാൻ അസുഖബാധിതനായി കിടന്ന സമയത്താകട്ടെ മക്കൾ എല്ലാവരും തന്നെ പണത്തിന് വേണ്ടിയിട്ട് പരസ്പരം തല്ലുകൂടുന്ന ഒരു സിറ്റുവേഷൻ ഒക്കെ ആയിരുന്നു നിന്റെ ഫാമിലിയിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ചെയർമാനും ആ ഒരു സ്ഥാനമൊക്കെ എനിക്ക് നൽകിയിട്ടുണ്ടായിരുന്നത്. നിന്റെ ഫാമിലിയിലുള്ള ആൾക്കാരാവട്ടെ നീ പെട്ടെന്ന് തന്നെ മരിക്കണമെന്ന് ഒരുപാട് ആഗ്രഹിച്ച ആൾക്കാരാണെന്നൊക്കെ ഉൻസിങ് പറയുന്ന സമയത്ത് ഇതെല്ലാം തന്നെ ഹെയ്നും വിശ്വസിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അതുകൂടാതെ ഹെയ്നും ഒറ്റയ്ക്കാണ് സർജറിക്ക് വേണ്ടി എത്തിയതെന്നൊക്കെയാണ് അവളും വിചാരിക്കുന്നത്. ഫാമിലിയുമായിട്ട് താൻ ഒട്ടും തന്നെ അടുപ്പത്തിലല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നൊക്കെ അവൾ വിചാരിച്ച് അവൾ തനിച്ചാണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഞാനും തനിച്ചുള്ള ഒരു ജീവിതമൊക്കെ ആയിരുന്നു നയിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഒന്നിക്കേണ്ടവരായി മാറിയതുമെന്ന് ഉൻസിങ്ങും അവളോട് പറയുന്നു. നിന്റെ ഫാമിലിയിൽ നീ ഒരിക്കലും വിശ്വസിക്കുവാനായിട്ട് പാടില്ല. ഞാൻ എപ്പോഴും നിന്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. അവരൊരിക്കലും നിന്നെ ഉപയോഗിക്കുവാനായിട്ട് ഞാൻ സമ്മതിക്കുകയില്ല എന്നൊക്കെ ഉൻസിങ്ങും പറഞ്ഞതിനെ കുറിച്ച് അവൾ ഓർക്കുന്നു. ഇതിനു മുമ്പ് അമ്മയും ദുർമന്ത്രവാദിനിയുടെ അടുത്തൊക്കെ പോയതിനു ശേഷം ഹെയ്നെതിരായിട്ട് പൂജയൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നല്ലോ. മാത്രമല്ല അമ്മയും ഹെയ്നെതിരായിട്ട് കേസൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ വിശ്വസിച്ചിട്ടുണ്ടായിരുന്ന ഹെയ്നും അവരെ എല്ലാവരും തന്നെ തള്ളിപ്പറയുന്നു. നമ്മളുടെ ഫാമിലിയിൽ പല പല പ്രശ്നങ്ങളുണ്ട്. പക്ഷെ എല്ലാ കാര്യങ്ങളും പിന്നീട് ഞാൻ നിനക്ക് വിശദമായിട്ടൊക്കെ പറഞ്ഞു തരാമെന്ന് അച്ഛൻ പറയുകയാണ്. മാത്രമല്ല നിന്റെ ഹസ്ബൻഡാണ് ഇപ്പോൾ നിന്റെ കൂടെ ഉണ്ടായിരിക്കേണ്ടത്, അല്ലാതെ ഇവനല്ല എന്നൊക്കെ മുൻസിങ്ങിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും ഞാൻ പോലും അറിയാതെ എനിക്കെതിരായിട്ട് ഡിവോഴ്സ് ഒക്കെ ഫയൽ ചെയ്ത അവനെ കുറിച്ചാണ് നിങ്ങൾ ഈ പറയുന്നത്. എന്തായാലും അവനിപ്പോൾ ഒരു ക്രിമിനലാണ്. കൊലപാതകത്തിന്റെ പേരിൽ അവനും ജയിലിൽ കിടക്കുകയാണെന്നൊക്കെയാണ് അവളും സംസാരിക്കുന്നത്. ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.